അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു തുള്ളി വെളിച്ചം വാട്സാപ്പ് പ്രോഗ്രാമിലെ പ്രാസ്ഥാനികം സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘത്തെയാണ് ഈ സെഷനിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്താബ്ദം 1954 ഏപ്രിൽ മാസം 25-ന്, ഹിജ്റ വർഷം 1373 ഷാബാൻ 22-ന് ശനിയാഴ്ച ദിവസം താനൂരിലെ ഇക്ബാൽ മൈതാനത്ത് നടന്ന സമസ്തയുടെ വാർഷിക മഹാസമ്മേളനത്തിൽ തെന്നിന്ത്യൻ മുഫ്തിയും വെല്ലൂർ ബാക്കിയാത്ത് പ്രിൻസിപ്പാളുമായ ഷെയ്ഖ് ആറും ഹസറത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിദീർഘമായ ഒരു പ്രഭാഷണം നടത്തി. മദ്ഹബിൻ്റെ ആവശ്യകതയും പ്രാമാണികതയും മഹാനവറുകൾ ആ പ്രസംഗത്തിൽ വരച്ചുകാട്ടി. യുവതലമുറയെ ഇസ്ലാമിക സംസ്കൃതിയിൽ നിലയുറപ്പിച്ചു നിർത്തുന്നതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ആ പ്രസംഗത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി. എന്നാൽ തുടർന്ന് നടന്ന അധ്യക്ഷ ഭാഷണം കുത്തുബി ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിന് അടിവരയിടുകയും വഴിയെ വന്ന പറവണ്ണ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയ മഹാന്മാരും ഈ തടിച്ചുകൂടിയ ജനസാഗരത്തിൻ്റെ മുന്നിൽ കുത്തുബി ഉസ്താദ് അവരുടെ പ്രസംഗത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അടിവരയിടുകയും ചെയ്തു. യുവസമൂഹത്തെയും പൊതുജനത്തെയും സമസ്തയുടെ കീഴിൽ അണിനിരത്തുക, താഴെ തട്ട് മുതൽക്കു തന്നെ സമസ്ത വ്യവസ്ഥാപിതമായ സംഘടനാ രൂപം നൽകുക തുടങ്ങിയ ഉദ്ദേശത്തോടുകൂടെ സമസ്തയ്ക്ക് കീഴിൽ ഒരു യുവജന പ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി ആ സമ്മേളനത്തിൽ വെച്ചൊരു തീരുമാനമുണ്ടായി. ഈ മഹാസമ്മേളനത്തിൽ നിന്ന് പകർന്നെടുത്ത ഊർജവുമായി പിരിഞ്ഞുപോയവർ തൊട്ടടുത്ത ദിവസം തന്നെ ക്ഷണിക്കപ്പെട്ട ഒരു പ്രത്യേക സദസ്സിൽ കോഴിക്കോട് അൻസാർ മുസ്ലിം ഓഫീസിൽ വെച്ച് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറിയും കോഴിക്കോട് മൂതാക്കര പള്ളി ഖത്തീബുമായ ഒ അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സമസ്തക്ക് കീഴിൽ ഒരു കീഴ്ഘടകം എന്ന നിലയിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം പിറവിയെടുത്തു. സമസ്തയുടെ ഊന്നുവടി എന്നാണ് ഉലമാക്കൾ ഈ സംഘടനയ്ക്ക് രൂപീകരണം നൽകിയതിനു ശേഷം വിശേഷിപ്പിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രത്യേക കമ്മിറ്റികളും കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ഗ്രാമങ്ങളിൽ ശാഖകളും ഇന്ന് നിലവിലുണ്ട്. 1961 കക്കാട് സംഘടിപ്പിക്കപ്പെട്ട 21ാമത് പൊതുസമ്മേളനത്തിൽ വെച്ചാണ് സുന്നി യുവജന സംഘത്തെ ഒരു പോഷക സംഘടനയായി സമസ്ത അംഗീകരിച്ചത്. സംഘടന രൂപീകരിക്കപ്പെട്ട് 7 വർഷം സംഘടനയുടെ പ്രവർത്തനം വിശദമായി വിശകലനം ചെയ്ത് പഠിച്ച് സമസ്തക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുന്നി യുവജന സംഘം സമസ്തയുടെ കീഴിലുള്ള ഒരു സംഘടനയായി, ഒരു പ്രസ്ഥാനമായി, യുവജന പ്രസ്ഥാനമായി അംഗീകരിക്കുന്നത്. 1961 ഫെബ്രുവരി 9-ന് സമസ്ത ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന മഹാനായ മർഹൂം ഷെയ്ഖുന ഷംസുൽ ഉലമയാണ് ഔദ്യോഗികമായി ഈ പ്രഖ്യാപനം നടത്തിയത്. പൂന്താവനം എൻ അബ്ദുള്ള മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നീ മഹാന്മാർ ഇതിനെ ഊന്നി സുദീർഘമായൊരു പ്രഭാഷണം നടത്തി. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രചരണത്തിന് ബഹുജന പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത വിശ്വാസി സമൂഹം നെഞ്ചേറ്റിക്കൊണ്ടാണ് ആ സമ്മേളനത്തിൽ പിരിഞ്ഞുപോയത്. ഈ തരത്തിൽ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് SYSൻ്റെ മുഖ്യ അജണ്ട. ജീവിത വിശുദ്ധിയുടെ നിറകുടങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിലാണ് നമ്മുടെ സുന്നി സംഘത്തിന് രൂപീകരണം നൽകിയത്. മഹത്തായ മാതൃസംഘടനയുടെ ആദർശ പ്രചരണമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നതും. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് പാരമ്പര്യത്തിൻ്റെ അടിത്തറയിൽ ഈ ഉമ്മത്തിനെ പൈതൃക സംരക്ഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൗത്യം മഹത്തായ ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1959 ഈ സംഘടന പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ പ്രസിദ്ധ മതപണ്ഡിതനും വാഗ്മിയുമായിരുന്ന മർഹൂം എൻ അബ്ദുള്ള മുസ്ലിയാർ പൂന്താവനം പ്രസിഡന്റും ബി കുട്ടി ഹസൻ ഹാജി ജനറൽ സെക്രട്ടറിയുമായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1962 KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് പ്രസിഡന്റായി വന്നു. സെക്രട്ടറി സ്ഥാനത്ത് ഹസൻ ഹാജി തന്നെയായിരുന്നു. എന്നാൽ 1965 ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം MM ബഷീർ മുസ്ലിയാർ പ്രസിഡന്റും VE മോയിമോൻ ഹാജിയെ ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്തു.
1968 ആഗസ്റ്റ് 25 ചേർന്ന വാർഷിക ജനറൽ ബോഡിയിൽ വെച്ചാണ് കേരള മുസ്ലിങ്ങളുടെ കണ്ണിലുണ്ണിയായ മർഹൂം PMSA പൂക്കോയ തങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം പ്രതീക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.